നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ആഹ്ലാദവും ആശ്വാസവും പ്രകടിപ്പിച്ച് രാഷ്ട്രീയ ഭരണ നേതൃത്വവും മതമേധാവികളും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നന്ദിയുണ്ടെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. കന്യാസ്ത്രീകൾക്കും ആദിവാസി യുവാവിനും ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ MP. ജയിലിൽ കഴിയേണ്ടി വന്ന കന്യാസ്ത്രീകൾ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഇരകളെന്ന് മന്ത്രി MP രാജേഷ്. ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നേറ്റത്തിന്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ചാൻസലർ ഉൾപ്പെടെ ശ്രമിക്കുന്നത് ഖേദകരമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മന്ത്രിസഭയെ പ്രതിനിധീകരിച്ച് മന്ത്രി P രാജീവിനൊപ്പം അടുത്ത ദിവസം ചാൻസലറെ കാണും. അഭിപ്രായ സമന്വയത്തോടെയാണ് സർക്കാരും ചാൻസലറും മുന്നോട്ടു പോകേണ്ടതെന്നും മന്ത്രി. ഓലകരിച്ചിൽ രോഗബാധ. മണ്ണൂർ ഞാറക്കോട് പാടശേഖരത്തിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശഭീഷണിയിൽ. കീടനാശിനികൾ ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ. കൃഷി ഇറക്കിയത് ഏക്കറൊന്നിന് 35,000 രൂപ ചിലവിൽ. കടക്കെണിയിലെന്നും കാലാവസ്ഥാ വിള ഇൻഷുറൻസ് ഉടൻ ലഭ്യമാക്കണമെന്നും ആവശ്യം. അധ്യാപകരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് AKSTU. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് DDO ഓഫീസ് മാർച്ച്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നവകേരള സൃഷ്ടിക്ക് പിന്തുണ ആവശ്യപ്പെട്ട് KSPA. പാലക്കാട്ട് മാർച്ചും ധർണയും. വാർത്തകൾ വിശദമായി. ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നേറ്റത്തിന്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ചാൻസലർ ഉൾപ്പെടെ ശ്രമിക്കുന്നത് ഖേദകരമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. നാളെ മന്ത്രി P രാജീവിനൊപ്പം മന്ത്രിസഭയെ പ്രതിനിധീകരിച്ച് ചാൻസലറെ കാണുമെന്നും ആർ ബിന്ദു അറിയിച്ചു. അഭിപ്രായ സമന്വയത്തോടെയാണ് മുന്നോട്ടു പോകേണ്ടതെന്നും ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് സർവകലാശാലകളിൽ അധികാരവും അവകാശവുമുണ്ടെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ നടപടികൾ ചാൻസലർ സ്വീകരിക്കണം. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഗവർണറെ കാണാൻ പോകില്ല. ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഫോണിലൂടെയാണ് അവരെ അറിയിച്ചത്. നാളെ മന്ത്രിമാരുടെ സന്ദർശനത്തിന് ശേഷമായിരിക്കും ഇവർ ഗവർണറെ കാണുക. മുഖ്യമന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരെ കാണാൻ ചാൻസലർ തയ്യാറായതെന്നും ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. നാളത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഖേദകരമാണ്. ഇത് സംബന്ധിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ 2 കത്തുകൾ ബഹുമാനപ്പെട്ട ചാൻസലർക്ക് അയക്കേണ്ടായി. സർവകലാശാലകളുടെയും വിദ്യാർത്ഥികളുടെയും ഗുണത്തെ മുൻനിർത്തിയുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു അത്. സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ ആന്തരിക മന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയും ചാൻസലറെ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും കേരളീയ സമൂഹത്തിനും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ സർവകലാശാലകൾക്കും ഗുണകരമായ തീരുമാനങ്ങളിലേക്ക് വരാൻ ചാൻസലർ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും ഇന്നത്തെ കാലത്തിന് പുതിയ നമ്മുടെ ഉന്നത വിദ്യാകേന്ദ്രങ്ങളെ കൂടുതൽ മികവിലേക്ക് വളർത്താൻ കൂട്ടായ പരിശ്രമമാണ് ആവശ്യം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ ആശ്വാസമുണ്ടെന്നും ഇടതുപക്ഷ MPമാരാണ് ഈ വിഷയം ആദ്യം ഉന്നയിച്ചതെന്നും ആർ ബിന്ദു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നന്ദി അറിയിച്ച് മാർ ആൻഡ്രൂസ് താഴത്ത്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിൽ നിന്നും പിന്തുണ കിട്ടി. ഡൽഹിയിൽ നിന്ന് വലിയ പിന്തുണയാണുണ്ടായത്. ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ കേസ് എത്രയും വേഗം ഇല്ലാതാക്കാൻ നടപടിയുണ്ടാകണമെന്നും ന്യൂനപക്ഷ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ധ്വംസിക്കപ്പെടരുതെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ വിവിധ വ്യക്തികൾ കക്ഷി രാഷ്ട്രീയമൊന്നും കൂടാതെ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തിപരമായി തന്നെ എനിക്കറിയാം. കാരണം ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു.
വളരെ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാൻ. ഈ അവസരത്തിൽ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടൊപ്പം ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് ഉപാധികളോടെയാണ് ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കന്യാസ്ത്രീകൾക്കും ആദിവാസി യുവാവിനും ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ MP. കന്യാസ്ത്രീകളെ രാജ്യദ്രോഹികളെന്ന് ചിത്രീകരിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചത്. മദർ തെരേസ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ അവരെയും രാജ്യദ്രോഹിയാക്കുമായിരുന്നു. സംഘപരിവാറിൻ്റെ യഥാർത്ഥ മുഖം രാജ്യം തിരിച്ചറിഞ്ഞെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധം ഉയർന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഒടുവിലാണെങ്കിൽ പോലും ആ സിസ്റ്റർമാർക്കും ആദിവാസി യുവാവിനും ജാമ്യം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്നും കൂടി നാം ചർച്ച ചെയ്യപ്പെടേണ്ടത് പ്രധാനപ്പെട്ട കാര്യം. ആ കന്യാസ്ത്രീകളെ ഞങ്ങൾ ജയിലിൽ പോയി കണ്ടിരുന്നു. അവർ പറഞ്ഞ ദയനീയമായിട്ടുള്ള അവസ്ഥകളിൽ അവര് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ നടത്തപ്പെട്ടത് വളരെ മോശപ്പെട്ട രീതിയിലാണ്. പോലീസ് സംവിധാനവും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് നല്ല ചോദ്യം ചെയ്തു. പുറമേ നിന്നുള്ള സംഘപരിവാർ സംഘടനകളാണ് അവരെ ഭീകരമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക്. ആദിവാസി കുട്ടികളെ തല്ലുവെച്ച് ഒരു സിസ്റ്ററെ തല്ലാത്തതിന്റെ അപ്പുറത്തുള്ള തെറികളാണ്. അവർ പറഞ്ഞു തല്ലിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തല്ലുന്നതിനേക്കാൾ അപ്പുറത്തുള്ള വാക്കുകളാണ് പറഞ്ഞത്. ആ കന്യാസ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട്. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ രാജ്യദ്രോഹികളാണ്, നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലുള്ളവരാണ്, മറ്റേ രാജ്യങ്ങളിൽ നിന്നും വന്ന് ഇന്ത്യയിൽ വന്ന് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് നിങ്ങൾ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹികളാണ്. അത് പറഞ്ഞപ്പോൾ അവർ വലിയ സംഘം തെറി പറഞ്ഞതെന്നും അവർ പ്രശ്നമില്ല. രാജ്യദ്രോഹികളാണ്, ഈ രാജ്യത്ത് ജനിച്ചവരല്ല, നിങ്ങൾ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ പ്രയാസം. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയേണ്ടി വന്ന കന്യാസ്ത്രീകൾ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഇരകളെന്ന് മന്ത്രി MP രാജേഷ്. കേരള സ്റ്റോറി ആളെ കൂട്ടി പ്രദർശിപ്പിക്കുകയും കേക്കുമായി വന്നവരെ സ്വീകരിക്കുകയും ചെയ്തവർക്ക് ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകണമെന്നും MP രാജേഷ് പറഞ്ഞു. ചെമ്പ് കിരീടം സ്വർണം പൂശി കൊണ്ടുകൊടുത്ത സുരേഷ് ഗോപിയെ ഇപ്പോൾ കാണാനേയില്ലെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഒരക്ഷരം കേന്ദ്രമന്ത്രി ഉരിയാടുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള അവസരമാണിത്. വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടാൻ നിന്നുകൊടുക്കുകയാണെങ്കിൽ കാലം വിധി എഴുതും. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കന്യാസ്ത്രീകൾക്കൊപ്പമാണെന്നത് വ്യാജനാട്യമാണ്. ഇരട്ട നാവുകൊണ്ടാണ് എല്ലാ കാലത്തും എല്ലാ പ്രശ്നങ്ങളിലും സംഘപരിവാർ സംസാരിക്കുന്നത്. വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നു കേരള സ്റ്റോറി എന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. വ്യാജ പ്രചരണം ലക്ഷ്യമാക്കിയാണ് കേരള സ്റ്റോറിക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകിയത്. ദേശീയ പുരസ്കാരത്തിൻ്റെ വിശ്വാസ്യതയും ആധികാരികതയുമാണ് ഇതോടെ ഇല്ലാതായത്. വ്യാജ പ്രചരണങ്ങളെ യാഥാർത്ഥ്യമെന്ന നിലയിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഭരണകൂട സ്പോൺസർഷിപ്പാണിത്. ഇത്തരം സിനിമകൾ സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രോത്സാഹനം അങ്ങേയറ്റം അപലപനീയമാണെന്നും MP രാജേഷ് കൂട്ടിച്ചേർത്തു. ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് എന്നാണ് വ്യക്തമാകുന്നത്. സിനിമയെ വെല്ലുന്ന തിരക്കഥ ഈ ജൂറി തയ്യാറാക്കി എന്നുള്ളതല്ലേ ഇത് കാണിക്കുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. കേരളത്തെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉൽപ്പന്നമായിരുന്നല്ലോ കേരള സ്റ്റോറി. കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ നിർമ്മിച്ച, മതനിരപേക്ഷ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ നിർമ്മിച്ച വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഉപകരണമായിരുന്നു. അത് ആളെക്കൂട്ടി പ്രചരിപ്പിച്ചവരുണ്ട് നമ്മുടെ നാട്ടിൽ. ചിലരൊക്കെ ഇടുക്കിയിലൊക്കെ ഇത് പ്രചരിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളുണ്ട്. ചിലർ കൊണ്ടുപോയി കൊടുത്ത, സംഘപരിവാർ കൊണ്ടുപോയി കൊടുത്ത കേക്ക് രുചിച്ചതുപോലെ തന്നെ അവർക്കെല്ലാം പശ്ചാത്താപവും കുറ്റബോധവും തോന്നേണ്ടതാണ് ഇത്. ഇപ്പം ആ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഇരകളായിട്ടാണ് 2 കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നത് എന്നും ഈ കൂട്ടർ മറന്നു പോകരുത്. അപ്പോൾ ഏത് വിദ്വേഷ രാഷ്ട്രീയത്തെയാണോ ഇവർ പ്രോത്സാഹിപ്പിച്ചത്, അതിപ്പോൾ തങ്ങളിലേക്ക് തിരിഞ്ഞുകുത്തുകയാണ്. ഞങ്ങളെല്ലാം എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ കാലത്ത് മാർട്ടിൻ ന്യൂമുള്ളറുടെ കവിത. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഓലകരിച്ചിൽ രോഗം വ്യാപകമായതോടെ മണ്ണൂർ ഞാറക്കോട് പാടശേഖരത്തിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശഭീഷണിയിൽ. ഉമാവിത്ത് ഉപയോഗിച്ച് നടത്തിയ നെൽകൃഷിയാണ് രോഗബാധയെ തുടർന്ന് നാശഭീഷണിയിലായത്. കീടനാശിനികളൊന്നും ഫലപ്രദമാകുന്നില്ല. ഒരേക്കറിന് 35,000 രൂപ ചെലവ് ചെയ്താണ് കൃഷി ഇറക്കിയത്. പലതവണ കീടനാശിനി പ്രയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. കഴിഞ്ഞ വർഷം 2ാം വിളയിലും ഇത്തരം അനുഭവമുണ്ടായി. ഇതോടെ നിരവധി കർഷകർ ദുരിതത്തിലും കണ്ണീരിലുമാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. കാലാവസ്ഥാ വിള ഇൻഷുറൻസ് ഉടൻ ലഭ്യമാക്കണമെന്നും കർഷകർക്ക് സഹായം ലഭ്യമാക്കണമെന്നും പാടശേഖര സമിതി കൺവീനർ NR രവീന്ദ്രൻ ആവശ്യപ്പെട്ടു. 3 തവണ കുടിശ്ശികയായ വിള ഇൻഷുറൻസ് ഉടൻ ലഭിക്കണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം. വ്യാപകമായിട്ടുള്ള ഓലപൊഴുപ്പാണ്. ഈ കഴിഞ്ഞ വർഷത്തെ 2ാം വിളയിലും ഇത് വ്യാപകമായിട്ടുണ്ടായിരുന്നു. അന്ന് കിട്ടിയ വളവ് 1/3 ഉണ്ടായിരുന്നുള്ളൂ എല്ലാ കർഷകർക്കും. അന്ന് ഞങ്ങൾ പൊന്മണിയാണ് 2ാം വിളയ്ക്ക് ഇട്ടത്. പൊന്മണി കതിരാകുന്ന സമയത്താണ് ഇത് വരുന്നത്. അതായത് അടിപ്പുട്ടിൽ വരുന്ന സമയത്ത് ആ അടിപ്പുട്ടിൻ്റെ കൂടെ വരുന്ന ഓല മുഴുവനും പുറമേയുള്ള ഓല മുഴുവനും പഴുത്തു വരും. അതുകൊണ്ട് കതിരാകുമ്പോഴേക്ക് ആ 1-2 ഓല ഒഴികെ ബാക്കിയെല്ലാം കരിഞ്ഞു പോകും. വിളവ് 10%, 20% കുറയും. ഇത് വ്യാപകമായിട്ടുണ്ട്. ഇത് വിത്തിൻ്റെ കൂടെ വരുന്നു എന്ന് പറയുന്നു. കൃഷി ഓഫീസിൽ നിന്ന് ഞങ്ങൾ കൃഷി ഓഫീസർ കൊണ്ട് കാണിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വരികയാണെന്നും ആൻറ്റിബയോട്ടിക് അടിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആൻറ്റിബയോട്ടിക് അടിച്ചിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണുന്നില്ല. വന്നത് മുഴുവൻ പോയത് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സ്വച്ഛ് ഗ്രാമീൺ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സംഘം മങ്കരയിലെത്തി. മിനിസ്ട്രി ഓഫ് ജലശക്തിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ശുചിത്വ സർവേയുമായി പഞ്ചായത്തിൽ എത്തിയത്. മങ്കര പഞ്ചായത്തിലെ സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, പൊതു ഇടങ്ങൾ, വീടുകൾ, തുറന്ന സ്ഥലങ്ങൾ, ശുചിമുറി എന്നിവിടങ്ങളിലാണ് സംഘം സർവേ നടത്തിയത്. ഇവിടങ്ങളിലെ ശുചിത്വം വിലയിരുത്തിയ ശേഷം റിപ്പോർട്ട് കൈമാറും. കേരളത്തിൽ 462 വില്ലേജുകളിലാണ് സംഘം സർവേ നടത്തുന്നത്. നമ്മളിപ്പോൾ ടോട്ടലായിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് റാങ്കിങ് ശുചിത്വ സേവാ മിഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടോട്ടലായിട്ട് റാങ്കിങ് നടന്നുകൊണ്ടിരിക്കണം നമ്മുടെ ഓൾ ഇന്ത്യ തലത്തിൽ. അപ്പോൾ നമ്മുടെ എല്ലാ ജില്ലകളിലും അതിലെല്ലാ സ്റ്റേറ്റുകളിലും നമുക്ക് 462 പഞ്ചായത്തിലാണ്, വില്ലേജിലാണ് നമ്മൾ ഈ സ്വച്ഛ സർവേക്ഷണ ഗ്രാമം നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യാറുണ്ട്. നമ്മൾ ODF+ ടീമും അതേപോലെ തന്നെ നമ്മുടെ ഓരോ പ്ലാന്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റ്, ഗോർദം പ്ലാന്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ആൾക്കാരായിട്ട് നമ്മൾ അസസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മാർക്കായിട്ട് നമുക്ക് പോകുന്നത്. സർവേക്ക് ശേഷം പഞ്ചായത്തുകൾക്ക് ശുചിത്വ ഗ്രേഡിംഗ് നൽകും. അക്കാദമിക് മാനേജ്മെൻറ്റ് സ്റ്റഡീസിലെ കോർഡിനേറ്റർ S. സെന്തിലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മങ്കര പഞ്ചായത്തിൽ സർവേ നടത്തിയത്. കൂടാതെ മങ്കര പഞ്ചായത്തിലെത്തി പഞ്ചായത്ത് സെക്രട്ടറിയുമായും ഭരണസമിതിയുമായും സംഘം ചർച്ച നടത്തി. പഞ്ചായത്ത് സെക്രട്ടറി CV സുനിത, വൈസ് പ്രസിഡന്റ് മല്ലിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രാമചന്ദ്രൻ, EP സുരേഷ്, പഞ്ചായത്ത് അംഗം MV രമേഷ്, VEO CP സന്തോഷ് കുമാർ എന്നിവർ കേന്ദ്ര സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ, അംഗൻവാടികൾ, അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് വീടുകൾ, ഇവയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ശുചിത്വവും മാലിന്യവും അതിൻ്റെ എത്രമാത്രം നമ്മൾ മാലിന്യ സംസ്കരണത്തിലും ശുചിത്വത്തിലും മുന്നിലാണ് എന്നതിൻ്റെ ഒരു സർവേയാണ് ഇന്നിവിടെ നടത്തുന്നത്. പാലക്കാട് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളും ഇല്ലെങ്കിൽ പോലും നമ്മുടെ പഞ്ചായത്തിനെ കേന്ദ്ര മന്ത്രാലയം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ ശുചിത്വം എത്രമാത്രം വളരെ വലുതാണ് എന്ന് ഈ സർവേയിലൂടെ നമുക്കറിയാം. ഈ സർവേ ഫലം ഇവിടെ ഒരു ഏജൻസി നടത്തി അത് അയച്ചു കൊടുത്ത് അതിനുശേഷമാണ് നമ്മുടെ പഞ്ചായത്തിന് ആ ഒരു ഗ്രേഡിംഗ് കിട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അധ്യാപകരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് AKSTU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MN വിനോദ്. അധ്യാപകർ പഠിപ്പിക്കേണ്ടവരാണ്. പാമ്പ് പിടിക്കാനും ചീര പറിക്കാനും അവരെ ഉപയോഗിക്കരുതെന്നും പാലക്കാട്ട് AKSTU DDE ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്ത MN വിനോദ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം ജീവനക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുകയാണെന്നും MN വിനോദ് പറഞ്ഞു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഇതിന് ഉദാഹരണമാണ്. അധ്യാപക മേഖലയിലുൾപ്പെടെ കരാർവൽക്കരണത്തിന് വഴി തുറക്കുന്ന സാഹചര്യമാണുള്ളത്. കരാർവൽക്കരണത്തെയും കോർപ്പറേറ്റ് വൽക്കരണത്തെയും എതിർത്ത പാരമ്പര്യത്തിൽ നിന്ന് ഇടതു സർക്കാർ വ്യതിചലിക്കുന്നത് പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും MN വിനോദ് അഭിപ്രായപ്പെട്ടു. സംബന്ധിച്ച് അവർ തെരുവോരത്തേക്ക് ഇരിക്കുമ്പോൾ ഇത്തരം ധർണകളുമായി ശനിയാഴ്ചകളിൽ പാതയോരങ്ങൾ പങ്കിടുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ്.
ഇടതുപക്ഷ സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഗുണപ്രദമാക്കാൻ വേണ്ടി ഒട്ടനവധി പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം പരിണത ഫലം എത്രത്തോളം ആ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായി എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് സംശയങ്ങളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പൊതുവിദ്യാഭ്യാസ യജ്ഞം ഗവൺമെന്റ് വിദ്യാലയങ്ങളുടെ എല്ലാം മുഖച്ഛായകൾ മാറ്റി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വർഷം ഗുണമേന്മ വിദ്യാലയമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് എന്ന കാര്യത്തിലും നമ്മൾ വളരെയേറെ സന്തുഷ്ടിയുള്ളതാണ്. പക്ഷെ ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന വർഷം തന്നെ അധ്യാപകരെ വിദ്യാലയത്തിൽ ഇരിക്കാതെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ഓർഡർ ഇറക്കുകയും ചെയ്യുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. ജില്ലാ പ്രസിഡന്റ് രണദിവെ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സതീഷ് മോൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജ്യോതി, എൻ ഉണ്ണികൃഷ്ണൻ പിള്ള, ലിൻഡോ വേങ്ങശ്ശേരി, ദിനകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എല്ലാവർക്കും വിദ്യാഭ്യാസമെന്ന സംസ്ഥാന സർക്കാർ നയത്തിന് വിരുദ്ധമായി അവർണ്ണന അക്ഷരം നിഷിദ്ധമെന്ന ചാതുർവർണ്ണ നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് കെ രാധാകൃഷ്ണൻ MP. പാലക്കാട്ട് KSTA നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MP. ജീവനക്കാരുടെ സേവന വേതന വർധനവ് കാലോചിതമായി പരിഷ്കരിക്കേണ്ടത് ആവശ്യമാണെന്നും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. ഇതിനായി സമരത്തിനിറങ്ങുന്നത് തെറ്റല്ല. എന്നാൽ കേരളത്തിലെ നവോത്ഥാന സമരചരിത്രം വേതന വർധനവിന് വേണ്ടിയായിരുന്നില്ല. അയ്യങ്കാളി ഉൾപ്പെടെ എല്ലാവരും വിദ്യാഭ്യാസ ആവശ്യത്തിനായി നടത്തിയ സമരമാണ് ലോകത്തിന് തന്നെ മാതൃകയായതെന്നും MP ചൂണ്ടിക്കാട്ടി. ആ നിലപാടുകൾക്കെതിരായിക്കൊണ്ട് സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആത്മഹത്യകൾ വലിയ പ്രശ്നമൊന്നും നടക്കില്ല. ഞാൻ എൻ്റെ വിശാലത്തേക്ക് ഉണ്ടാകും. എപ്പോഴും ഞാൻ ഓർത്തു പോകുന്ന ഒരു മഹതിയുടെ പേരുണ്ട്. നമ്മുടെ അധ്യാപികമാരെല്ലാം തന്നെ ഓർക്കേണ്ട ഒരു നാമധേയമാണ്. അത് മറ്റാരുമല്ല, സാവിത്രിബായി ഫൂലെയാണ്. സാവിത്രിബായി ഫൂലെയെ അറിയാത്തവരാണ് ഭൂരിപക്ഷം. ഞാൻ ഒരിക്കൽ സംസാരിക്കുന്ന സന്ദർഭത്തിൽ സാവിത്രിബായി ഫൂലെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. കാരണം എന്താണ്, നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്രയേറെ സാക്രിഫൈസ് ചെയ്ത ഒരു മനുഷ്യത്തെയാണ്, അല്ലെങ്കിൽ മനുഷ്യസ്നേഹിയാണ്. ആരും അറിയുന്നില്ല. അതായത് വനിതകളുടെ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ജീവിതത്തിൽ അവർ ചെയ്ത സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ത്യാഗം. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് അധ്യാപകർ പങ്കെടുത്തു. KSTA ജില്ലാ പ്രസിഡന്റ് അജിത് AM അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS മിജ, ജില്ലാ സെക്രട്ടറി K അജില, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MR മഹേഷ് കുമാർ, K പ്രസാദ്, L ഉമാമഹേശ്വരി, G പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളിയിൽ മൃഗപ്രജനന നിയന്ത്രണ കേന്ദ്രം തുറന്നു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്ത പദ്ധതിയായി ഏറ്റെടുത്താണ് പറളിയിൽ ABC സെന്റർ നിർമ്മാണം പൂർത്തിയാക്കിയത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. പട്ടികളി കൊള്ളാതിരിക്കാൻ നമ്മുടെ മുമ്പിൽ നിയമപരമായി ചെയ്യാവുന്ന ഏക കാര്യം ഇവയെ പിടിച്ചുകൊണ്ടുപോയി പന്നികരിക്കുക, അതിനുള്ള കേന്ദ്രങ്ങൾ ആരംഭിക്കുക. പട്ടി കളിക്കാൻ പാടില്ല, പക്ഷെ ABC കേന്ദ്രം പാടില്ല. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കുറെ കൂടിയൊക്കെ മാറ്റം ഉണ്ടായി, നല്ല മാറ്റമൊക്കെ വന്നു. പഴയ നിർമ്മൊക്കെ പോകണം, പക്ഷെ ABC കേന്ദ്രത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷെ പട്ടി കളിച്ചാലോ കുറ്റം മുഴുവൻ ആർക്കാണ്? കുറ്റം മുഴുവൻ സർക്കാരിന്റെ മന്ത്രിക്ക്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക്. അപ്പൊ രണ്ട് പ്രധാന ജോലികൾ ഇപ്പോൾ ഒന്ന് ചവറ് പോരണം, പിന്നെ പട്ടി പിടിക്കണം. ഇത് രണ്ടും ഇപ്പൊ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഉണ്ടായ മാറ്റം നമ്മളെല്ലാം കണ്ടു. പറളി ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ K ശാന്തകുമാരി MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ മുഖ്യാതിഥിയായിരുന്നു. മറ്റ് ജനപ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിൽ അടച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ പറളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കരയിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. ഒരു ദേശീയതയ്ക്ക് കീഴിൽ അണിനിരത്തുന്നതിനു വേണ്ടി നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, സർദാർ വല്ലഭായ് പട്ടേൽ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ എത്രമാത്രം കഠിനമായിട്ടുള്ള പ്രയത്നം നടത്തിയിട്ടാണ് ഈ രാജ്യത്തെ കെട്ടിപ്പടുത്തി ഇതിനെ ഒരു രാഷ്ട്രമാക്കി മാറ്റി ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ച് അവനവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അവനവന് ഇഷ്ടമുള്ള തൊഴിൽ
സ്വീകരിക്കാനും സാധാരണക്കാരുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളെയൊക്കെ പരിഷ്കരിച്ചു കൊണ്ടുവരാനും ആ സർക്കാരുകൾ, നെഹ്റുവിന്റെ നേതൃത്വത്തിലും അതിനെ തുടർന്ന് വന്ന സർക്കാരുകളുമൊക്കെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി എടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു രാജ്യമായിട്ട് തീർന്ന സാഹചര്യത്തിൽ എത്തിച്ചേർന്നത്. പക്ഷേ അവിടെ BJP മുന്നോട്ട് വെക്കുന്നത് ഇവിടെ സാധാരണക്കാർ വേണ്ട, ഇവിടെ ക്രിസ്ത്യാനികൾ വേണ്ട, ഇവിടെ മുസ്ലിങ്ങൾ വേണ്ട, ഇവിടെ ദളിതൻ വേണ്ട, ഇവിടെ പാവപ്പെട്ടവർ വേണ്ട, ഞങ്ങൾ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ മാത്രം ഈ രാജ്യത്ത് മതി എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് BJP സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ അധ്യക്ഷത വഹിച്ചു. KM അബ്ദുൾ സത്താർ, മങ്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് N. അച്യുതൻകുട്ടി, മണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് PK അശ്വജിത്ത്, കേരളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് T. പങ്കജാക്ഷൻ, പറളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ, ഷംസുദ്ദീൻ മങ്കര എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂളിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയും വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയും ചെറുതുരുത്തി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രവും സംയുക്തമായാണ് ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂളിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. AKPA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PN സുനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി CG ടൈറ്റസ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചകർമ്മ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ സജീവ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ദീപ്, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂസഫ്, AKPA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PV ഷിബു, സജീവ് വസതിനി, PTA പ്രസിഡന്റ് EK അലി, KC അജയൻ, CS രഞ്ജിത്ത്, മണി ചെറുതുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ് സ്വാഗതവും മേഖലാ പ്രസിഡന്റ് PV മുരളി നന്ദിയും പറഞ്ഞു. പഞ്ചകർമ്മ റിസർച്ച് ഓഫീസർ ഡോക്ടർ V. വിഷ്ണുകുമാറിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ക്ലാസും നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ആഹ്ലാദവും ആശ്വാസവും പ്രകടിപ്പിച്ച് രാഷ്ട്രീയ ഭരണ നേതൃത്വവും മതമേധാവികളും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നന്ദിയുണ്ടെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. കന്യാസ്ത്രീകൾക്കും ആദിവാസി യുവാവിനും ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് K. രാധാകൃഷ്ണൻ MP. ജയിലിൽ കഴിയേണ്ടി വന്ന കന്യാസ്ത്രീകൾ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഇരകളെന്ന് മന്ത്രി MP രാജേഷ്. ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നേറ്റത്തിന്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ചാൻസലർ ഉൾപ്പെടെ ശ്രമിക്കുന്നത് ഖേദകരമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. മന്ത്രിസഭയെ പ്രതിനിധീകരിച്ച് മന്ത്രി P. രാജീവിനൊപ്പം അടുത്ത ദിവസം ചാൻസലറെ കാണും. അഭിപ്രായ സമന്വയത്തോടെയാണ് സർക്കാരും ചാൻസലറും മുന്നോട്ടു പോകേണ്ടതെന്നും മന്ത്രി. ഓലകരിച്ചിൽ രോഗബാധ. മണ്ണൂർ ഞാറക്കോട് പാടശേഖരത്തിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശഭീഷണിയിൽ. കീടനാശിനികൾ ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ. കൃഷി ഇറക്കിയത് ഏക്കറൊന്നിന് 35,000 രൂപ ചിലവിൽ. കടക്കെണിയിലെന്നും കാലാവസ്ഥാ വിള ഇൻഷുറൻസ് ഉടൻ ലഭ്യമാക്കണമെന്നും ആവശ്യം. അധ്യാപകരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് AKSTU. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് DDO ഓഫീസ് മാർച്ച്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നവകേരള സൃഷ്ടിക്ക് പിന്തുണ ആവശ്യപ്പെട്ട് KSTA. പാലക്കാട്ട് മാർച്ചും ധർണയും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.